ഹലോ മക്കളെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? എല്ലാവരും പഠിക്കണല്ലേ? എല്ലാ വീഡിയോയും കാണാം കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യണം? കുഞ്ഞ് നോട്ട് എഴുതി വെക്കുക. അതെന്ത് ചെയ്യുക? കോപ്പി അടിക്കാനുള്ള തുണ്ട് എഴുതാനുള്ള ഞാൻ ഈ പ്രോത്സാഹിപ്പിക്കുന്നത് എന്തിനുള്ളതാണ്? നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി, റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എന്താണ് അബ്നോർമൽ ഡിസീസ് അല്ലേ, നമ്മളുടെ ജനറ്റിക് ഡിസീസുകളെ കുറിച്ചാണ് എന്ത് ചെയ്തിരുന്നത്, നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് വന്നിരുന്നത്. അതിൽ ഒരു ഡിസീസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു, സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത്. അപ്പോൾ അത് സെറ്റാക്കി വെച്ചേക്കല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ഡിസീസ് നോക്കാം. അടുത്ത ഡിസീസാണ് എന്ത്? നമ്മുടെ ഹീമോഫീലിയ അല്ലേ, റോയൽ ഡിസീസ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ബ്ലീഡേഴ്സ് ഡിസീസ് എന്ന് വിളിക്കാം. എന്താണെന്നുള്ള കാര്യം എൻ്റെ മക്കൾക്കറിയാലോ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അസുഖമുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു മുറിവ് പറ്റിയിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കില്ല? അവർക്കൊരു ക്ലോട്ട് ഫോം ചെയ്യില്ല, രക്തക്കട്ട രൂപപ്പെടില്ല. അങ്ങനെ രൂപപ്പെടാണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ബ്ലഡ് പോയിക്കൊണ്ടേയിരിക്കും അല്ലേ. അപ്പോൾ ആ ഒരു കണ്ടീഷൻ, ആ ഒരു അബ്നോർമാലിറ്റി അല്ലെങ്കിൽ ആ ഒരു ഡിസീസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹീമോഫീലിയ എന്ന് വിളിക്കുന്നത്. This is the sex-linked trait due to the autosomal gene located in the sex chromosome. അതായത് ഇതൊരു സെക്സ് ലിങ്ക്ഡ് ആണ്. മറ്റേത് നമ്മൾ പറഞ്ഞായിരുന്നില്ലേ, ഓട്ടോസോമൽ ലിങ്ക്ഡും ഉണ്ട്, സെക്സ് ലിങ്ക്ഡും ഉണ്ട്. സെക്സ് ലിങ്ക്ഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഈ ഓട്ടോസോമൽ ക്യാരക്ടേഴ്സിനെ കാണിക്കുന്ന ആൾക്കാരാണ് അല്ലേ ഈ ഒരു രക്തം കട്ടപിടിക്കുക എന്നൊക്കെ പറയുന്നത്. പക്ഷേ അതിനെ ക്യാരി ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ കോഡ് ചെയ്യുന്ന ആ ഒരു ജീൻ പാർട്ട് കയറിയിരിക്കുന്നത് എവിടെയായിരിക്കും? നമ്മളുടെ സെക്സ് ക്രോമസോമിൻ്റെ ഉള്ളിലായിരിക്കും. അതുകൊണ്ടാണ് ഇവർ സെക്സ് ലിങ്ക്ഡ് ആയിട്ടുള്ള ഡിസീസുകളാണെന്ന് പറയുന്നതിന് കാരണം. ഓക്കെ ആണല്ലോ? യെസ്. നെക്സ്റ്റ് സ്ലൈഡ്, പ്രീവിയസ് സ്ലൈഡ്സ് അത് കഴിഞ്ഞില്ല. യെസ്, അതായത് എന്ത് സംഭവിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു റിസസീവ് ഡിസീസാണ്. അതുപോലെ തന്നെ വിച്ച് ഈസ് ട്രാൻസ്മിറ്റഡ് ഫ്രം ആൻ അഫക്റ്റഡ് ഫാദർ ടു ആൻ അൺഅഫക്റ്റഡ് കാരിയർ ഡോട്ടർ ടു സം ഓഫ് ഹെർ മെയിൽ പ്രോജനി. അതായത് ഇവിടെ ആരായിരിക്കും? ഫാദർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഫക്റ്റഡ് ആയിട്ടുള്ള ആളായിരിക്കും. അമ്മയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരായിരിക്കും? അൺഅഫക്റ്റഡ് ആയിട്ടുള്ള കാരിയർ അല്ലേ. കാരിയർ ആയിട്ടുള്ള അമ്മയല്ല, മകളിലേക്കാണ് പോകുന്നത്. ടു സം ഓഫ് ഹെർ മെയിൽ പ്രോജനി. അതായത് അഫക്റ്റഡ് ആയിട്ടുള്ള ഈ അസുഖമുള്ള അച്ഛൻ ഉണ്ടാവും. അച്ഛൻ്റെ നിന്ന് എന്ത് കിട്ടുകയാണ്? ഒരു കാരിയർ ആയിട്ടുള്ള മകൾ ഉണ്ടാവുകയാണ്. ആ മകൾക്ക് എന്തുണ്ടാവില്ല? ആ രോഗം ഉണ്ടാവില്ല. പക്ഷേ മകൾക്കുണ്ടാവുന്ന പുത്രന് അല്ലേ, മകൾക്കുണ്ടാവുന്ന മകനിലേക്ക് ഈ ഒരു അസുഖം പോവും. അതായത് മെയിലിലോട്ടല്ലേ ഇത് കോൺസെൻട്രേറ്റ് ചെയ്ത് പോകുന്നത്. നമുക്ക് പെഡിഗ്രി ചാർട്ട് കണ്ടാൽ മനസ്സിലാവും കേട്ടോ. ഇപ്പം ഇത്രയും ക്ലിയർ ആയില്ലേ? അച്ഛൻ അഫക്റ്റഡ് ആണ്, പക്ഷേ മകൾ കാരിയർ ആയിരിക്കും. പക്ഷേ മകൾക്കുണ്ടാവുന്ന ആൺകുട്ടി അഫക്റ്റഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ആയിരിക്കും കേട്ടോ. ഇറ്റ് ഷോസ് എ ക്രിസ് ക്രോസ് ഇൻഹെറിറ്റൻസ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതായത് ഫാദർ ടു മദറിലോട്ട് അല്ല, ഫാദർ ടു ഡോട്ടറിലേക്ക് വരുന്നില്ല, പക്ഷേ ഡോട്ടറിൻ്റെ സണ്ണിലേക്ക് വരുന്നു. അതായത് ഒന്നീന്ന് ഒരു ജനറേഷൻ സ്കിപ്പ് ചെയ്തിട്ടാണ് അടുത്ത ജനറേഷനിലോട്ട് വരുന്നത് അല്ലേ. അപ്പോൾ അതാണ് പറയുന്നത് എന്ത്? ക്രിസ് ക്രോസ് ഇൻഹെറിറ്റൻസ്. ആ പോയിന്റ് എന്ത് ചെയ്യണം? ഹൈലൈറ്റ് ചെയ്തിട്ട് തന്നെ എഴുതണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോയാലോ സർ? യെസ്, ദിസ് ഡിസീസ് ഈസ് കോൾഡ് ബ്ലീഡേഴ്സ് ഡിസീസ് ബിക്കോസ് ദ ബ്ലഡ് ഫെയിൽസ് ടു ക്ലോട്ട് ആൻഡ് ഈവൻ എ മൈനർ ഇഞ്ചുറി ക്യാൻ മേഡ് ഡെത്ത് ഡ്യൂ ടു ദ ബ്ലീഡിങ് അല്ലേ. അതായത് ഇവർക്ക് എന്തുണ്ടാകുന്നില്ല? രക്തക്കെട്ട് അല്ലെങ്കിൽ ക്ലോട്ട് രൂപീകരിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ രോഗമുള്ളവർക്ക് ചെറിയൊരു മുറിവാണെങ്കിൽ കൂടി ആ ബ്ലഡ് പോയിട്ട് അവർ മരിക്കാനുള്ള അവസ്ഥ വരെ കാരണമാകും കേട്ടോ. അത്രയും ഫേറ്റൽ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് നമ്മളുടെ ഈ ഒരു ഹീമോഫീലിയ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ബ്ലീഡേഴ്സ് ഡിസീസ് എന്ന് വിളിക്കുന്നത് കേട്ടോ. ഇനി ദിസ് ഡിസീസ് ഈസ് പ്രസൻറ്റ് ഇൻ മെനി മെമ്പേഴ്സ് ഓഫ് ദ British royal family as Queen Victoria was the carrier of their gene, so it is also called in the royal disease അല്ലേ. നമ്മൾ പറഞ്ഞില്ലേ ഇതിനെ റോയൽ ഡിസീസ് എന്ന് വിളിക്കാനായിട്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇംഗ്ലണ്ടിലെ വിക്ടോറിയ രാജ്ഞി കുടുംബത്തിലും എന്തുണ്ടായിരുന്നു? ഈ ഒരു അസുഖം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർക്കും അത്രയും പൊസിഷനിൽ ഇരിക്കുന്നവർക്കും ഈ ഒരു അസുഖം വന്നിട്ടുണ്ട് അല്ലേ. അതുകൊണ്ടാണ് ഈ അസുഖത്തെ റോയൽ ഡിസീസ് എന്ന് വിളിക്കുന്നത്. ജസ്റ്റ് എന്നറിഞ്ഞിരുന്നാൽ മതി. എന്താണ് ഇതിൻ്റെ കാരണം നമുക്ക് നോക്കാം കേട്ടോ. നെക്സ്റ്റ് സ്ലൈഡ് സർ. അതായത് ദ ഹീമോഗ്ലോബിൻ ജീൻ ഈസ് ലൊക്കേറ്റഡ് ഓൺ ദ എക്സ് ക്രോമസോം. അതായത് നമ്മൾ പറഞ്ഞില്ലേ ഇതൊരു സെക്സ് ലിങ്ക്ഡ് ആയിട്ടുള്ള റിസസീവ് ആയിട്ടുള്ള ഡിസീസ് ആണെന്ന്. അപ്പോൾ ഈ ഒരു ഹീമോഫീലിയ ജീനിനെ ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? നമ്മളുടെ എക്സ് ക്രോമസോമിലായിരിക്കും. ഓൺലി മെയിൽസ് ആർ അഫക്റ്റഡ് ബിക്കോസ് ദേ ഹാവ് ഓൺലി one X chromosome along with the Y chromosome which does not have an allele for this gene അല്ലേ. അതായത് നമ്മൾ പറഞ്ഞു മെയിലാണ് അഫക്റ്റഡ് ആയിട്ട് വരുന്നത് അല്ലേ. അതായത് അഫക്റ്റഡ് ആയിട്ടുള്ള ഫാദർ ഉണ്ടാവും, ഡോട്ടർ കാരിയർ ആയിരിക്കും, പക്ഷെ ഡോട്ടറിനുണ്ടാകുന്ന മകൻ അഫക്റ്റഡ് ആയിരിക്കും. അതെന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എക്സ് ക്രോമസോമിലാണ് ഈ ഒരു ജീൻ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫീമെയിൽസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ XX ആണ്, പക്ഷേ മെയിൽസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ XY ആണ് അല്ലേ. അപ്പോൾ എക്സ് ക്രോമസോമിൽ ഈ ഒരു ജീൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അതെന്തായാലും എക്സ്പ്രസ്ഡ് ആവും. അതുകൊണ്ടാണ് മെയിൽസ് കുറച്ചും കൂടിയും എന്താകുന്നത്? ഈ ഒരു ഡിസീസിൽ അഫക്റ്റഡ് ആകുന്നതിന് കാരണം. ഓക്കെ ആണോ?
യെസ്. സോ ദിസ് റിസസീവ് ജീൻ ഗെറ്റ്സ് എക്സ്പ്രസ്. അതുകൊണ്ടാണ് ഈ ഒരു റിസസീവ് ജീന് ആരിൽ എക്സ്പ്രസ്ഡ് ആവുന്നത്? നമ്മളുടെ മെയിൽസിൽ എക്സ്പ്രസ്ഡ് ആവുന്നത്. ദ ഫീമെയിൽ ആർ നോട്ട് അഫക്റ്റഡ് ബിക്കോസ് ദേ ഹാവ് ബോത്ത് 2 X ക്രോമസോം ആൻഡ് സോ ദേ ആർ യൂഷ്വലി ഹെട്രോസൈഗസ് കാരിയേഴ്സ് ആയിരിക്കും. അതായത് ഫീമെയിൽസിലും വരണമെങ്കിൽ എങ്ങനെയായിരിക്കണം? ഈ ഒരു റിസസീവ് ജീൻ 2 ക്രോമസോമിലും പ്രസൻ്റ് ആയാലും മാത്രമേ ആർക്ക് വരുള്ളൂ? ഫീമെയിൽസിൽ വരുള്ളൂ. പക്ഷേ ഈ ഒരു കണ്ടീഷൻ ഒരെണ്ണം വന്നാൽ കൂടി ആരിൽ എക്സ്പ്രസ്ഡ് ആവുന്നുണ്ട്? നമ്മളുടെ മെയിൽസിൽ എക്സ്പ്രസ്ഡ് ആവുന്നുണ്ട് കേട്ടോ. ആ ഒരു കാര്യമാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ദ ഫീമെയിൽ ഈസ് അഫക്റ്റഡ് ഓൺലി ഇഫ് ഹെർ ഫാദർ ഈസ് ഹീമോഫീലിയാക് ആൻഡ് ദ മദർ ഈസ് എ കാരിയർ. ഫീമെയിൽസിന് വരണമെങ്കിൽ ഒരേ ഒരു കണ്ടീഷൻ വരണം, ഫാദർ അഫക്റ്റഡ് ആവണം, അല്ലെങ്കിൽ ഫാദർ അഫക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ മദർ എന്തായാലും ഒരു കാരിയറും കൂടി ആയിരിക്കണം. അതായത് 2 X ക്രോമസോമിൽ 1 X ക്രോമസോമിൽ ആരുണ്ടാവണം? ഈ ഹീമോഫീലിയനെ കോഡ് ചെയ്യുന്ന ജീൻ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ ഒരു പെൺകുട്ടിക്ക് എന്ത് വരുള്ളൂ? ഹീമോഫീലിയ വരുള്ളൂ. പക്ഷേ എന്താണ്, ഒരു ആൺകുട്ടിക്ക് അവൻ്റെ X ക്രോമസോമിൽ ഈ ഒരു ജീൻ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും എക്സ്പ്രസ്ഡ് ആവും കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. അതുപോലെ തന്നെ എന്താണ്, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. എന്ത് ചെയ്യുക, നിങ്ങൾ ആ പെഡിഗ്രി ചാർട്ട് വെച്ചിട്ട് ഇച്ചിരി പോയിന്റ് എന്ന് എഴുതി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഈ ഭാഗത്തു നിന്ന് ഒരു ചോദ്യം ഷുവറായിട്ട് വരും. അത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് എഴുതി വരച്ച് വെക്കാമെന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത സ്ലൈഡിലോട്ട് പോവാം. യെസ്, ദ നോർമൽ ജീൻ H for blood clotting is located on the X chromosome and is responsible for the production of proteins that bring about the clotting of blood. അതായത് നമ്മുടെ ഈ ബ്ലഡ് ക്ലോട്ടിങ്ങിനെ അല്ലെങ്കിൽ ബ്ലഡ് ക്ലോട്ടിങ്ങിനെ കോഡ് ചെയ്യുന്ന ഒരു H ജീൻ എന്ന് പറഞ്ഞ ഇതുണ്ട്. അതെവിടെയാണ് പോയിരിക്കുന്നത്? നമ്മളുടെ X ക്രോമസോമിലാണ് പോയിരിക്കുന്നത് കേട്ടോ. ഇനി ദ ജീൻ ഈസ് ബിക്കം മ്യൂട്ടേറ്റഡ് ഡ്യൂ ടു ദ റിസസീവ് small h and causes hemophilia as the blood clotting protein is not produced. അതായത് ഇവിടെ ഒരു മ്യൂട്ടേഷൻ സംഭവിക്കുകയാണ്. ക്യാപിറ്റൽ H എന്ന് പറയുന്ന ഒരു ജീനാണ് എന്ത് ചെയ്തിരുന്നത്? നമ്മളുടെ ഹീമോഫീലിയ അല്ലെങ്കിൽ കറക്റ്റായിട്ട് നമ്മുടെ ബ്ലഡ് ക്ലോട്ടിംഗ് പ്രോട്ടീൻസിനെ പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. പക്ഷേ അവിടെ ഒരു മ്യൂട്ടേഷൻ സംഭവിച്ചിട്ട് സ്മോൾ h, അതായത് അതിൻ്റെ റിസസീവായി പോവാണ്. ഈ ഒരു ഡോമിനൻ്റ് ആയിട്ടുള്ള ജീൻ റിസസീവായിട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? സ്വാഭാവികമായിട്ടും ഇവർ കോഡ് ചെയ്യുന്ന ബ്ലഡ് ക്ലോട്ടിങ്ങിനെ സഹായിക്കുന്ന പ്രോട്ടീൻസ് എന്ത് ചെയ്യുന്നില്ല, അവിടെ പ്രൊഡ്യൂസ്ഡ് ആവുന്നില്ല. അപ്പോൾ ആ ഒരു കണ്ടീഷനാണ് നമ്മളുടെ ഈ ഒരു ഹീമോഫീലിയ എന്ന് പറയുന്നത് കേട്ടോ. Okay, from the daughter, we can see that the recessive hemophilia gene is sex-linked and it is transmitted alternatively from one sex to the another in successive generation. അതായത് ഇവിടെയും ക്രിസ് ക്രോസ് പാറ്റേൺ തന്നെയാണ് കാണിക്കുന്നത്. നമുക്ക് അതിൻ്റെ ഫിഗർ ഒന്ന് കണ്ടാലോ സാറേ? യെസ്, ഇവിടെ നമുക്ക് നോക്കി വെക്കാം. ഇവിടെ അപ്പോൾ ഞാനിതൊന്ന് വരച്ച് കാണിക്കാം കേട്ടോ. സാർ നമുക്കൊന്ന് സ്ലൈഡ് റിമൂവ് ചെയ്താലോ? യെസ്. അപ്പോൾ നമ്മുടെ ഫീമെയിൽസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ XX ആയിട്ടാണല്ലേ അവരിയ്ക്കുന്നത്. അപ്പോൾ ഇതൊരു നോർമൽ ഫീമെയിൽ ആണ്. നോർമൽ ഫീമെയിൽ ആണ്. ഇവരാരായിട്ടാണ് മേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്? അതായത് അഫക്റ്റഡ് ആയിട്ടുള്ള ഒരു മാൻ ആണ്. അപ്പോൾ XH സ്മോൾ h അല്ലേ നമ്മൾ പറയുന്നത്. അപ്പോൾ അഫക്റ്റഡ് ആയിട്ടുള്ള ഒരു മാൻ ആയിട്ട് ക്രോസ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ നിന്നുണ്ടാകുന്ന ഗ്യാമീറ്റ്സ് എന്തായാലും ആരായിരിക്കുള്ളൂ? നമ്മളുടെ X മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ നിന്നാണെങ്കിൽ XH ഉള്ള ഗ്യാമേറ്റും ഉണ്ടാകുന്നു. ഇവിടെ നിന്നാണ് പിന്നെ Y ഉണ്ടാകുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യൊക്കെയാണ്, ഇവരിങ്ങനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ XH വരാം. അതുപോലെ തന്നെ എന്തും വരാം, XYയും വരാം. വന്നൂടെ? അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫീമെയിൽ കാരിയർ ആണ് അല്ലേ. ഇവർ ഫീമെയിൽ ആയിരിക്കും, അതുപോലെ തന്നെ കാരിയറുമായിരിക്കും. കാരണം ഇവിടെ ഈ ഒരു H അല്ലേ വന്നിട്ടുള്ളൂ. 2 H വന്നാൽ മാത്രമേ, ആ 2 റിസസീവ് കണ്ടീഷൻ വന്നാൽ മാത്രമേ ഇവർ അഫക്റ്റഡ് ആവുന്നുള്ളൂ. ഇവിടെ നോക്കുവാണെങ്കിലോ Xും Yയും അല്ലേ നോർമലാണ്. അതുകൊണ്ട് തന്നെ ഇവർ ആരായിട്ട് മാറും? നോർമൽ മാൻ ആയിട്ട് മാറാണ്. ഓക്കെ ആണോ മക്കളെ? ഇനി നമ്മൾ എന്ത് ചെയ്യിക്കുകയാണ്, ഇതേപോലുള്ള 2 ആൾക്കാരെ തമ്മിൽ മേറ്റ് ചെയ്യിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ക്രോസ് വരച്ചത് മനസ്സിലായില്ലേ മക്കളെ? ഇനി നമുക്ക് എന്ത് ചെയ്യാം, വേറെ ഒരെണ്ണം കൂടി വരച്ച് നോക്കാം. അതായത് കാരിയർ ആയിട്ടുള്ള ഫീമെയിൽ അല്ലേ, കാരിയർ ആയിട്ട് നമുക്ക് കിട്ടിയത്. അതുപോലെ തന്നെ നോർമൽ ആയിട്ടുള്ള ഒരു മെയിലും കൂടി ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർ മേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് കാര്യങ്ങൾ നോക്കാം. ഇവിടെ എത്ര തരത്തിലുള്ള ഗ്യാമേറ്റ്സ് ഉണ്ടാവും? 2 തരത്തിലുള്ള ഗ്യാമേറ്റ്സ് ഉണ്ടാവും. ഒന്ന് നോർമൽ ആയിട്ടുള്ള X ക്യാരി ചെയ്യുന്നതും, ഒന്ന് നമ്മളുടെ കാരിയർ ജീൻ ക്യാരി ചെയ്യുന്ന സെക്സ് ക്രോമസോമും ഉണ്ടാവും. ഇവിടെ നിന്നാണെങ്കിൽ എങ്ങനെയാണ്, X ഉള്ള ആൾക്കാരുണ്ടാവും, അതുപോലെ തന്നെ Y ഉള്ള ആൾക്കാരും ഉണ്ടാവില്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവരുടെ
ക്രോസിങ് നോക്കാം, ഇ എക്സും നോക്കാം. നോർമലാണ് അല്ലേ, നോർമൽ ഫീമെയിൽസ് ആയിരിക്കും അല്ലേ. ഇനി ഇവരും നോക്കുവാണെങ്കിൽ എങ്ങനെയാണ്, എക്സും വൈയും, ഇവർ നോർമൽ മാൻ ആയിരിക്കും, മെയിൽ ആയിരിക്കും അല്ലേ. ഇനി ഇവരുടെ കേസ് നോക്കാം, എക്സും വന്നിട്ടുണ്ടെങ്കിൽ അവർ വീണ്ടും ആരാണ്, എക്സും വന്നിട്ടുണ്ടെങ്കിൽ അതെന്താണ്, കാരിയർ ആയിട്ടുള്ള ഫീമെയിൽ ആയിരിക്കും. ഇനി എച്ചും അതുപോലെ തന്നെ വൈയും വന്നിട്ടുണ്ടെങ്കിൽ അവരാരാണ്, അഫക്റ്റഡ് ആയിട്ടുള്ള ആരാണ്, പുരുഷനായിരിക്കും അല്ലേ. അപ്പം ഇങ്ങനെയാണ് ഇവർക്കും എന്ത് തന്നെയാണ്, ഇങ്ങനെ ഒരു കണ്ടീഷനാണ് വരുന്നത്. ക്രിസ് ക്രോസ് പാറ്റേൺ ഇവരിലും കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മനസ്സിലായില്ലേ മക്കളെ. അപ്പോൾ ഇതാണ് നമ്മളുടെ ആരുടെ കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ ഹീമോഫീലിയ ഉള്ളവരുടെ കാര്യം, അല്ലെങ്കിൽ അവരുടെ ഒരു പെഡിഗ്രി അനാലിസിസ് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ നമുക്ക് വരച്ച് വെക്കാം കേട്ടോ. അപ്പം മക്കളെ നമുക്ക് ഒരു കാര്യം കൂടി കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാനുണ്ട്. നമ്മൾ നേരത്തെ സിക്കിൾ സെൽ അനീമിയ നോക്കിയില്ലേ, അത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമായിരുന്നു അല്ലേ, അത്ര അധികം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയില്ല. പക്ഷേ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് എന്ത് നോക്കാനുണ്ട്, നമ്മളുടെ സിക്കിൾ സെൽ അനീമിയ നോക്കാനുണ്ട്. ഏത് ഡിസോർഡേഴ്സ് പഠിച്ചില്ലെങ്കിലും എൻ്റെ മക്കൾ എന്ത് പഠിച്ചിട്ട് പോകണം, സിക്കിൾ സെൽ അനീമിയ പഠിച്ചിട്ട് പോകണം. കാരണം എന്താണ്, കുറച്ചുള്ളിലേക്കുള്ള ഒരു സംഭവമാണ് കേട്ടോ. എല്ലാ പരീക്ഷയ്ക്കും ചോദിച്ചു കണ്ടിട്ടുണ്ട്, എന്തായാലും ചോദിക്കും, എന്ത് ചെയ്യുക, പഠിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് സ്ലൈഡ് നോക്കിയാലോ സർ. യെസ്, അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ആൻ ഓട്ടോസോമൽ ലിങ്കഡ് റിസസീവ് ട്രെയ്റ്റ് that can be transmitted from parent to offspring which both parents are heterozygous for the gene. അതായത് രണ്ട് പാരൻസിലും ഹെട്രോസൈഗസ് കണ്ടീഷനിലാണെങ്കിൽ അങ്ങനെയുള്ള എന്താണ് അവർക്കുണ്ടാവുന്ന കുട്ടിക്ക് എന്തുണ്ടാവും, നമ്മളുടെ ഈ ഒരു സിക്കിൾ സെൽ അനീമിയ ഉണ്ടാവും എന്നാണ് പറയുന്നത്. കാരണം ഇത് റിസസീവ് ആണെന്ന് ഓൾറെഡി പറഞ്ഞില്ലേ. അതായത് ഫാദറും മദറും കാരിയേഴ്സ് ആണെങ്കിൽ എന്തായാലും കുട്ടിക്ക് ഉണ്ടാവും എന്നുള്ള സിംപ്ലി ഇവർ ബയോളജിക്കലി ഇത്തിരി കോംപ്ലക്സിലായിട്ട് പറഞ്ഞു വെച്ചേക്കണം കേട്ടോ. ഇനി ദ നോർമൽ പേഴ്സൺസ് ഹാവ് ആൻ HbA ജീൻ ആൻഡ് സിക്കിൾ സെൽ അനീമിയ പേഷ്യൻറ്റ് ഹാവ് ആൻ HbS which are the allelic of each other, HbA being dominant. അതായത് HbA ജീനും കാണും നോർമൽ പീപ്പിളിൽ, അതുപോലെ തന്നെ ഈ ഹീമോഫീലിക് ആയിട്ടുള്ളവരിൽ കാണുന്നതാണ് HbS എന്ന് പറയുന്നത്. ഇതിൽ ഈ HbA ആണ് എന്ത്, ഡോമിനൻ്റ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ ഡോമിനൻ്റ് ആയിട്ട് വരുന്ന ആ ഒരു ജീൻ എന്ന് പറയുന്നത്. ഇനി ദ നോർമൽ ഹീമോഗ്ലോബിൻ ഹാസ് ദ അമിനോ ആസിഡ് ഗ്ലൂട്ടാമിക് ആസിഡ് ഇൻ ദ 6th പൊസിഷൻ. അതായത് നമ്മുടെ ബീറ്റാ ഗ്ലോബുലിൻ ഇല്ലേ, നമ്മുടെ ഹീമോഗ്ലോബിൻ്റെ ചെയിൻ എടുത്ത് നോക്കുകയാണെങ്കിൽ 2 ആൽഫ ചെയിൻസ് ഉണ്ട്, 2 ബീറ്റാ ചെയിൻസും ഉണ്ട്. ഇതിൽ നമ്മുടെ ബീറ്റാ ഗ്ലോബുലിൻ ചെയിൻ്റെ 6th പൊസിഷനിൽ ആരാണ്, നമ്മളുടെ ഗ്ലൂട്ടാമിക് ആസിഡ് ആയിരിക്കും നോർമൽ ആയിട്ടുള്ള കണ്ടീഷനിൽ ഉണ്ടാവുക. പക്ഷേ ഹീമോഫിലിക് ആയിട്ടുള്ളവരിൽ ആര് വരും, ഈ ഗ്ലൂട്ടാമിന് പകരം വാലൈൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് കയറി വരും. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഇവർ ഇൻഫെക്റ്റഡ് ആവുന്നത് കേട്ടോ. നെക്സ്റ്റ് സ്ലൈഡ് സർ. ഇതാണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. അതായത് എന്താണ്, നോർമൽ ആയിട്ടുള്ള ആൾക്ക് എന്തുണ്ടാവും, HbA എന്ന് പറയുന്ന ആ ഒരു അമിനോ ആസിഡ് അല്ലെങ്കിൽ ആ ഒരു ജീൻ പോർഷൻ ആയിരിക്കും ഉണ്ടാവുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 6th പൊസിഷനിൽ നമ്മുടെ ആര് വന്നിരിക്കുന്നുണ്ട്, ഗ്ലൂട്ടാമിക് ആസിഡ് വന്നിരിക്കുന്നുണ്ട്. പക്ഷേ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു പേഷ്യൻറ്റിൽ ആരാ വന്നിരിക്കുക 6th പൊസിഷനിൽ, നമ്മുടെ ഗ്ലൂട്ടാമിൻ്റെ മാറ്റിയിട്ട് ആര് വരുന്നു, നമ്മളുടെ വാലൈൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് വരാണ് കേട്ടോ. ക്ലിയർ അല്ലേ മക്കളെ? അപ്പോൾ ഓക്കെ ആണല്ലോ മക്കളെ. ആ ഒരു കേസ് എന്തായാലും നോക്കാം, ഗ്ലൂട്ടാമിന് പകരം വാലൈൻ കയറി വരുന്നു. ഏത് പൊസിഷനിൽ വെച്ചാൽ 6th പൊസിഷൻ. ഓക്കെ, അതെന്തായാലും നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് എഴുതി വെക്കണം കേട്ടോ. ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്ക് എന്തായാലും കിട്ടും. അവിടെ തന്നെ ടീച്ചേഴ്സ് ഫ്ലാറ്റ് ആയി പോകും കേട്ടോ. അടുത്ത സ്ലൈഡിലോട്ട് പോവാം സർ. Yes, the sickle cell hemoglobin has a valine in the 6th position of its beta globin chain. Already നമ്മൾ പറഞ്ഞ കാര്യമാണ്. This changes is due to the substitution mutation as a result of the single base substitution at the 6th codon of the beta globin chain from the GAG to GUG. അതായത് GAG ആയിരിക്കുന്ന സാധനം എന്തായിട്ട് മാറുകയാണ്, GUG എന്ന് പറയുന്ന ഒരു ഇതായിട്ട് മാറുകയാണ് അല്ലേ. അപ്പോൾ അവിടെ ഒരു മ്യൂട്ടേഷൻ നടക്കുകയല്ലേ, അത് കാരണമാണ് അതിന് കോംപ്ലിമെൻ്ററി പോലെ ആര് വന്നത്, നമ്മുടെ ഗ്ലൂട്ടാമിന് പകരം വാലൈൻ കയറി വന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോവാം. Yes, the mutant HbS hemoglobin undergo polymerization under low oxygen tension, causing a change in its shape of the RBC from biconcave to disc shape. അല്ലേ, സാധാരണ നമ്മുടെ RBCൻ്റെ ഷേപ്പ് നോക്കുകയാണെങ്കിൽ ഡിസ്ക് ഷേപ്പ്, ഒരു സർക്കുലർ ആയിട്ട് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇങ്ങനെയുള്ള അഫക്റ്റഡ് ആയിട്ടുള്ള കണ്ടീഷനിൽ എന്താവും, അവരുടെ ഷേപ്പ് എന്ത് ചെയ്യാണ്, അവരുടെ ഷേപ്പ് നമ്മുടെ അരിവാൾ പോലെ അല്ലേ, നമ്മുടെ സിക്കിൾ ആയിട്ടുള്ള ഒരു ഷേപ്പിലേക്ക് മാറിപ്പോവാണ്. ദ സിക്കിൾഡ് RBCs ബ്ലോക്ക് ദ ബ്ലഡ് കാപ്പിലറീസ് ഇലോങ്ങേറ്റഡ് സിക്കിൾ ലൈക്ക് സ്ട്രക്ചേഴ്സ്. അതായത് അരിവാൾ പോലെയുള്ള ആ ഒരു
എന്താണ് അവരുടെ ആ ഒരു ഷേപ്പ് മാറിയിരിക്കുകയല്ലേ. അങ്ങനെ ആ ഒരു ഷേപ്പ് മാറുമ്പോൾ ഇവരെന്ത് ചെയ്യും, ബ്ലഡ് കാപ്പിലറീസിലൂടെയുള്ള ആ ബ്ലഡ് ഫ്ലോനെ ഇൻഹിബിറ്റ് ചെയ്യും. ദ സിക്കിൾഡ് RBCs ബ്ലോക്ക് ദ ബ്ലഡ് കാപ്പിലറീസ് ആൻഡ് സോ ദ ഓക്സിജൻ ഡസ് നോട്ട് റീച്ച് ഔട്ട് ദ ടിഷ്യൂസ് ആൻഡ് കോസിങ് അനീമിയ ആൻഡ് ഇവൻച്വൽ ഡെത്ത്. അപ്പോൾ എന്ത് സംഭവിക്കുകയാണെങ്കിൽ ഇങ്ങനെ ബ്ലോക്ക് ചെയ്യുമ്പോൾ ബ്ലഡ് മാത്രമല്ല അവിടെ ബ്ലോക്ക് ആവുന്നത്, ഈ ബ്ലഡ് ഒഴുകി എല്ലായിടത്തും എത്തണ്ടേ, എല്ലായിടത്തും എത്തിയാൽ മാത്രമേ എന്താണ് എല്ലാ ടിഷ്യൂസിനും അല്ലെങ്കിൽ എല്ലാ സെൽസിലോട്ടും അവർക്ക് പണി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓക്സിജൻ്റെ ലെവൽ കിട്ടത്തുള്ളൂ. ഇങ്ങനെ ബ്ലോക്ക് ആയിട്ടിരിക്കുകയാണെങ്കിൽ എന്ത് പാസ് ചെയ്യുന്നില്ല, നമ്മുടെ ഓക്സിജൻ്റെ ട്രാൻസ്പോർട്ടും കൂടിയും അവിടെ നടക്കുന്നില്ല. അതെന്താണ്, അനീമിക് ആകും ആദ്യം, പിന്നീട് ഇവൻച്വലി അത് എന്തിലോട്ടും വരും, നമ്മളുടെ ഡെത്തിലേക്ക് വരും കേട്ടോ. അപ്പോൾ ഇത്രയും എന്താണ് വളരെ ഫാറ്റൽ ആയിട്ടുള്ള ഒരു ഡിസീസാണ് എന്തെന്ന് പറയുന്നത്, നമ്മളുടെ സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഹീമോഗ്ലോബിൻ്റെ കൗണ്ടൊക്കെ ചെക്ക് ചെയ്യണമെന്ന് പറയാനായിട്ട് കാരണം ഇതാണ് കേട്ടോ. ഹീമോഗ്ലോബിൻ്റെ കൗണ്ട് കുറഞ്ഞാലും നമ്മുടെ ഓക്സിജൻ ക്യാരി ചെയ്യാനുള്ള ശേഷി തന്നെയാണ് അവിടെ കുറയുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മുടെ ഹീമോഗ്ലോബിൻ കണ്ടന്റിനെ റിച്ച് ആക്കുന്ന ഫുഡ് ഐറ്റംസ് എല്ലാം നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. ഇപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ, എക്സാം ആവാറായില്ലേ, അപ്പോൾ നിങ്ങൾ ഉഷാറായിട്ട് നല്ല അടിപൊളി പച്ചക്കറിയും പച്ചിലകളൊക്കെ കഴിച്ചിട്ട് റിച്ചായിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് സ്ലൈഡ് റിമൂവ് ചെയ്താലോ സർ? യെസ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ അധികം കൂലങ്കുശമായിട്ടുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. സിക്കിൾ സെൽ അനീമിയയും അതുപോലെ തന്നെ ഏത് ഡിസീസുമാണ് പറഞ്ഞത്, ഹീമോഫീലിയ ഡിസീസുമാണ് പറഞ്ഞത്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ സ്ട്രെസ് ചെയ്ത് ടീച്ചർ പറഞ്ഞ പോയിന്റ് എന്തായാലും നോക്കിയിട്ട് പോവാം കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത വീഡിയോയിൽ ലാസ്റ്റ് പാർട്ടായിട്ട് വരാം കേട്ടോ. അതുവരേക്കും ബൈ.